പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ, വംശഹത്യയെ പല രീതിയിലും പലരും അപലപിക്കുകയും അതിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ഗസയിലെ ഹിന്ദിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയ്ക്ക് കിട്ടിയ അവാർഡ് വേദിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു പ്രശസ്ത ടുണീഷ്യൻ സംവിധായക കൗസർ ബെൻ ഹനിയ. ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ 5 വയസ്സുകാരി ഹിന്ദ് റജബ് എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഫിലിമാണ് ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. പ്രസ്തുത ഫിലിമിന് കിട്ടിയ അവാർഡാണ് നിരസിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഗസയിലെ വംശഹത്യക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ 5 വയസ്സുകാരി റജബ് ഹിന്ദിൻ്റെ ഫോട്ടോ കയ്യിലേന്തിയാണ് അവർ വേദിയിൽ വന്നത്. അവിടെ അവർ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. ഇന്ന് രാത്രി നന്ദിയേക്കാൾ ഉപരി ഉത്തരവാദിത്വമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ചിത്രം ഒരു കുട്ടിയെക്കുറിച്ച് മാത്രമല്ല, കൊലപാതകത്തിന് കളമൊരുക്കിയ വ്യവസ്ഥിതിയെക്കുറിച്ചു കൂടിയാണ് പറയുന്നത്. ഹിന്ദിന് സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഒരു വംശഹത്യയുടെ ഭാഗമാണ്. ആ വംശഹത്യക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയ ആളുകളുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് സ്വയം പ്രതിരോധമാണെന്നും സങ്കീർണമായ സാഹചര്യങ്ങളാണെന്നും അവർ വ്യാഖ്യാനിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അവർ തരം താഴ്ത്തുന്നു. എന്നാൽ ഒന്നോർക്കുക, അധികാര കേന്ദ്രങ്ങൾക്ക് പരിഷ്കൃതരായി ചമയാനും സുഖമായി ഇരിക്കാനും അക്രമങ്ങൾക്കുമേൽ തളിക്കാനുമുള്ള ഒരു സുഗന്ധദ്രവ്യമല്ല സമാധാനം. സിനിമ എന്നത് വെറും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള മാർഗമല്ല. നമ്മൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീതിയെക്കുറിച്ചും സംസാരിക്കണം. നീതി എന്നാൽ ഉത്തരവാദിത്വം എന്നാണ് അർത്ഥം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ സമാധാനം ഉണ്ടാകില്ല. ഇസ്രായേൽ സേന ഹിന്ദ് റജബിനെ കൊന്നു, അവളുടെ കുടുംബത്തെ കൊന്നു. അവളെ രക്ഷിക്കാൻ വന്ന 2 പാരാമെഡിക്കൽ ജീവനക്കാരെയും കൊന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് ഇതൊക്കെ നടന്നത്. അവരുടെ മരണത്തെ സമാധാനത്തെക്കുറിച്ചുള്ള മാന്യമായ ഒരു പ്രസംഗത്തിന് പശ്ചാത്തലമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന വ്യവസ്ഥിതികൾക്ക് മാറ്റമില്ലാതെ എനിക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ പുരസ്കാരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരു ഓർമ്മപ്പെടുത്തലായി ഞാനിത് ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്നെങ്കിലും വംശഹത്യയിൽ പങ്കാളികളായവർ ശിക്ഷിക്കപ്പെടുമ്പോൾ സമാധാനമെന്നത് നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയായി മാറുമ്പോൾ അന്ന് ഞാൻ തിരികെ വന്ന് സന്തോഷത്തോടെ ഈ പുരസ്കാരം സ്വീകരിക്കും. ഇതായിരുന്നു ബെർലിനിൽ വെച്ച് കൗസർ ബെൻ ഹനിയ നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗം.